ഏകദേശം ഒരു വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഫാത്തിമത്താൻ്റെ 60-നോടടുത്ത് പ്രായമുള്ള ഫാത്തിമത്ത. അന്ന് നമ്മൾ വീഡിയോ ചെയ്ത് ഇത്തേൻ്റെ കല്യാണമൊക്കെ നടന്ന് അടിവാരത്തിനോടടുത്ത സ്ഥലമാണ് കേട്ടോ. നമ്മൾ താമരശ്ശേരി അടിവാരം ഉണ്ടല്ലോ, അതിനോടടുത്ത സ്ഥലമായിരുന്നു. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ അൽഹംദുലില്ലാ സന്തോഷമായി, വീഡിയോ ഒക്കെ ഒഴിവാക്കി. പിന്നെ ഇത്തായിട്ട് യാതൊരു കോൺടാക്റ്റും വിവരമൊന്നും അറിയില്ലേനു. നരിക്കുനി അതിനൊന്ന് അറിയാം, വേറൊന്നും അറിയില്ലേനു കേട്ടോ. വളരെ അവിചാരിതമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പുല്ലാളൂർ വെച്ച് ഇത്താനെ കണ്ട്. പുല്ലാളൂർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന മച്ചക്കുളത്തിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ പുല്ലാളൂർ. ഇത്തങ്ങളെന്താ ഇവിടെയെന്ന് വെച്ചാൽ പറഞ്ഞു, മോനെ ഞാനും എൻ്റെ പിയാപ്പിളയും കൂടി നടത്തുന്ന കടയാണിത്, ഇതാ നമ്മളെ കട എന്നൊക്കെ പറഞ്ഞ് കടയൊക്കെ കാണിച്ചു തന്നെ. അവിടെ ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള കുറേ പ്രോഡക്റ്റ്സ് ഒക്കെയാണ്. മാഷാ അല്ലാ, ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഇത്തയും ഹസ്ബൻഡും അവർ രണ്ടാളും കൂടി ഒരു കച്ചവടം ചെയ്യുന്ന ഹാപ്പി ആയിട്ട് പോകുന്നതെന്നൊക്കെ അറിയുമ്പോൾ നമുക്കുള്ള സന്തോഷം വളരെ വലുതല്ലേ. അന്ന് അവിടെ വീഡിയോ എടുക്കാൻ പോയ ആ സമയവും ഇത്താക്കൊരു നല്ല പാർട്ണറെ കണ്ടെത്തണം എന്ന് നിങ്ങളോട് വീഡിയോ ഒക്കെ പറഞ്ഞ് ആ ഒരു മൊമെൻ്റൊക്കെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടോ. വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാൻ പോവുക. ആ വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ കല്യാണം നടത്തിയ ഫാത്തിമത്തെയും ഫാത്തിമത്താൻ്റെ ഭർത്താവിനെയും പരിചയപ്പെടുന്ന വീഡിയോ ആണ്. കൂടാതെ നമുക്ക് അവരുടെ കടയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. ഞാൻ 2 ദിവസം മുമ്പ് 71 വയസ്സുള്ള ഒരു ഇത്താൻ്റെ ഒരു വീഡിയോ ഇട്ടീനല്ലോ, അതിന് വന്ന കോള് എത്ര കോളാണെന്നാണ് വന്ന, ഒരുപാട് കോളും എൻക്വയറിയൊക്കെ വന്നീന്. അന്നപ്പോഴാണ് മനസ്സിലായത് ആ ഒരു വയസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ കല്യാണത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഭർത്താവ് മരിച്ചുപോയ ഭാര്യമാരും ഭാര്യ മരിച്ചുപോയ ഭർത്താക്കന്മാരും ഒരുപാടുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള കല്യാണങ്ങളൊക്കെ നടത്തണം കേട്ടോ. അങ്ങനെയുള്ള സ്ത്രീകളുണ്ടെങ്കിൽ 55-ൻ്റെ മുകളിലോട്ട് 70 വരെയൊക്കെ നമുക്ക് നോക്കാം. 70ഉം 72ഉം വയസ്സായ സ്ത്രീകളൊക്കെ ആരോഗ്യമുള്ളവരാണെങ്കിൽ, 75 കുഴപ്പമില്ല, ആരോഗ്യമുള്ള സ്ത്രീകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തോളൂ നമ്മളെ നമ്പറിൽ. നിങ്ങളെ കല്യാണം കഴിക്കാൻ റെഡിയുള്ള ഒരുപാട് ഉപ്പമാർ ഉണ്ട്. 55 വയസ്സിൻ്റെ മുകളിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, യുവാക്കളെന്ന് പറഞ്ഞുകൂടെ ഒരുപാട് ആണുങ്ങൾ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. ഇത് അവരുടെ വീഡിയോ ആണ്, അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്, അവരുടെ ഷോപ്പൊക്കെ കാണിച്ചുള്ള വീഡിയോ ആണ്. ഓക്കെ, നമുക്ക് അവിടെ പോവാം. ഇതാണ് കേട്ടോ ഇവരുടെ ഷോപ്പ്. ഒലീവ് എന്നാണ്, ഒലീവ് സ്പൈസസ് ആൻഡ് കോക്കനട്ട് ഓയിൽ, ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്. പുല്ലാളൂരാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് കേട്ടോ. നരിക്കുനീൻ്റെ അടുത്തുള്ള, കോഴിക്കോട് ജില്ലയിൽ നരിക്കുനീൻ്റെ അടുത്തുള്ള പുല്ലാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നേച്ചുറൽ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ പല മസാല കൂട്ടുകൾ, അങ്ങനെ നേച്ചുറലായിട്ട് എല്ലാം ഇവർ പൊടിച്ച് മായം ചേർക്കാണ്ട് ഫ്രഷ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് കേട്ടോ ഫാത്തിമത്ത. എന്തൊക്കെയാ വിശേഷം? നല്ലതൊക്കെ തന്നെ, നല്ല വിശേഷം, ഒക്കെ റാത്തായിട്ട് പോകുന്നു. വളരെ പ്രതീക്ഷിക്കാണ്ട് അന്ന് ഇവിടുന്ന് നരിക്കുനി ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് കണ്ടല്ലേ അല്ലേ? അതെ തന്നെ. ഞാനിവിടെ അടുത്താ, നിങ്ങൾക്ക് അറിയാനോ? ഇല്ല, ഇവിടെ ആണെന്ന് അറിയാം, നരിക്കുനി എവിടെ ആണെന്ന് അറിയാം. മാഷാ അല്ലാ, എന്തായാലും നല്ലൊരു ജീവിതം ഇതാണ് കേട്ടോ. അയക്കാരെ പേരെന്തേനു? എന്റെ പേര് നാട്ടിൽ അറിയപ്പെടുന്ന ആലീന. പേര് റിക്കാർഡ് പരമായിട്ട് പേര് അബ്ദുൽ. അറിയപ്പെടുന്ന ആലി, എല്ലാവരും വിളിക്കുന്ന പേര്. അതെ, നമ്മളിവിടെ റഹ്മാനെ സോൾ ഉണ്ടായിരുന്നു 14 കൊല്ലം. അപ്പൊ അവിടുന്നാണ് ഇപ്പൊ ഇങ്ങോട്ട് മാറിയത്. അത് ശരി. 14 കൊല്ലം. ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ട് കുറച്ചായിട്ട് ഇവിടെ ഒരു 5 മാസമായി. 5 മാസം. എല്ലാം നാച്ചുറൽ പ്രോഡക്റ്റ് അല്ലേ? എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്, എല്ലാം ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ്, നല്ല നാച്ചുറലായിട്ടാണ്. നിങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഇവിടെ ഉണ്ടായത് അല്ലേ? മാഷാ അല്ലാ, എന്തായാലും സന്തോഷമായല്ലോ. അത് തന്നെ, അതാ വേണ്ടേ. മോനെ കണ്ട് അതിനെ കൊണ്ടാണ് അന്ന് തൊട്ട് ഇതുവരെ എല്ലാം സന്തോഷമായിട്ട് പോകുന്നത്. മാഷാ അല്ലാ, മാഷാ അല്ലാ. എല്ലാതരം പൊടികളുണ്ട് കേട്ടോ. ഇതെന്ത് പൊടിയാ? അരിപ്പൊടി. അരിപ്പൊടി അല്ലേ? ഇതോ? ഇത് കമ്പപ്പൊടി. കമ്പോ പണ്ട് സ്കൂളിലൊക്കെ CSO എന്ന് പറഞ്ഞൊരു ഉണ്ടോ അറിയൂല. ഇത് മഞ്ഞപ്പൊടി, ഇത് മൈദപ്പൊടി, ഇത് പുട്ടുംപൊടി. 500 പുട്ടുംപൊടി. ഇതെന്താ? അതൊക്കെ 500 പത്തിരിപ്പൊടി. പത്തിരിപ്പൊടി. അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ? ഇത് 1ന്റെ പത്തിരിപ്പൊടി, ഇത് 2ന്റെ പുട്ടുംപൊടി, അത് 1ന്റെ പുട്ടുംപൊടി, അതാ അത് 2ന്റെ പത്തിരിപ്പൊടി, 5ന്റെ പത്തിരിപ്പൊടി, പിന്നെ ഇതൊക്കെ 10ന്റെ പത്തിരിപ്പൊടി. പത്തിരിപ്പൊടിയൊക്കെ നല്ലോണം പോകുന്നുണ്ട്. വീണ്ടും വരുന്നുണ്ട്. 1 കിലോന് 5 കിലോ 10 കിലോനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇത് പിന്നെ മക്കൾക്കൊക്കെ കൊടുക്കുന്ന കുന്നമ്പായിന്റെ കുന്നങ്കായ്, അത് നല്ല ചെലവുള്ള സാധനം. അതിന്റെ പൊടിയുണ്ടോ? പൊടിയില്ല, ഇങ്ങനെ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചാൽ മതി അല്ലേ? പൊടി വെച്ചാല് വേഗം കേടായി പോകും. പൊടി അധികം വെക്കുവാനാവില്ല അല്ലേ?
ഇത് നല്ല നല്ല നേച്ചുറൽ നാടനല്ലേ? നല്ലതാ, നല്ല കെകി പൊടിച്ച് കൊണ്ടുവരുന്നതാണ്. ശരി. പിന്നെ ഇത് അവലോസ് പൊടി. അവലോസ് പൊടി എന്ന് പറഞ്ഞാൽ പൂരം പൊടി. പൂരം വറുത്തത് എന്ന് അറിയില്ലേ? അതെ, ഇത് നമ്മളെ പുല്ലാളൂർ അങ്ങാടി തന്നെയാണ് കേട്ടോ ഇവരുടെ കട. എല്ലാതരം നാടൻ സാധനങ്ങളും വാങ്ങാൻ നിങ്ങൾക്ക് ഇവിടെ വരാൻ, യാതൊരു മായവും കലരാത്ത നാടൻ പ്രൊഡക്റ്റില്ലേ? അതെ. അപ്പോൾ താമസം എവിടെയാ കുറച്ചുകൂടി അങ്ങോട്ട് പോയത് ആണല്ലേ? മാഷാ അല്ലാ. ആടാ പിന്നെ എല്ലാരും കൂടി ഉണ്ട്. മോന്റെ ഭാര്യയും 2 മക്കളുമാണ്. ഇപ്പൊ സുഖമായിട്ട് വലിയ വീടൊക്കെ ആണ്. ബസ് പോണ റോഡ് സൈഡിൽ തന്നെ. എല്ലാം കൂടെ നല്ല സന്തോഷമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അതെ അതെ അതെ. കച്ചവടമല്ലോ ഉഷാറാവട്ടെ. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വൈക്ക് വരുമ്പോൾ ഒക്കെ ഈ കടയിൽ വരണം കേട്ടോ. നല്ല പ്രൊഡക്ട്സ്, എന്താ പറയണ്ടേ, എല്ലാം നേച്ചുറലാണ്. ഇതാ ഇത് നമ്മളെ പനങ്കൽക്കണ്ടല്ലേ? ലൂസ് പാക്കറ്റ് കൊണ്ട് ലൂസും ഉണ്ട് അല്ലേ? അത് ചെമ്മീൻ പൊടിയാ? ചെമ്മീൻ പൊടി ഗൾഫിലൊക്കെ കൊണ്ടുപോകണേ. ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ അല്ലേ? ഗരം മസാല, പാനിപ്പൂരി. മുത്താറിപ്പൊടി ഉണ്ട്. മുത്താറിപ്പൊടി 2 ടൈപ്പ്. എന്താ മുത്താറി പുട്ടുപൊടി അല്ലേ? അത് ശരി. ഈന്തുപൊടി ഉണ്ട്. ഇത് സാധാ മുത്താറിപ്പൊടി. ഇത് മുത്താറി അവിലോ? ഗോതമ്പ്. ചോറിന്റെ അരി. അപ്പോൾ പിന്നെ ഷുഗറൊക്കെ ഉള്ളവർക്ക് പറ്റിയതാണല്ലേ ഈ മുത്താറിന്റെ സാധനങ്ങൾ? എല്ലാവർക്കും പറ്റിയതാട്ടോ. മുത്താറി പുട്ടെല്ലാം തിന്നുന്ന നല്ല ഹെൽത്തി ആയതാണ്. പാനിപ്പൂരി, വറുത്ത കടല എല്ലാം. ഇവിടെ പിന്നെ ആട്ടിയ വെളിച്ചെണ്ണയും ഇവിടെ ഉണ്ട് അല്ലേ? ജാതിപത്രി അങ്ങനെയുള്ള പ്രോഡക്ട്സും ഉണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരിക്കലൊന്ന് വരിക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടിയോ നോക്കി വെക്കുക. അടുത്ത പ്രാവശ്യം വന്ന് പർച്ചേസ് ചെയ്ത് പോവുക അല്ലേ? അതെ. നല്ല കച്ചവടം ഉണ്ടാകട്ടെ ഇൻഷാ അല്ലാ. അത് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വാട്ടോ. എല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. നാടൻ കൂവപ്പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ സാധനവും. തേനുണ്ട്. നാടൻ തേനാ? നാടൻ തേനാ. നാടൻ തേനാണ്. നല്ല തേനുണ്ട്. പേര് വായിച്ചു നോക്കി പറയാൻ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കെമിക്കൽ ഇല്ലാത്ത സാധനങ്ങളുണ്ടല്ലോ. അതെ അതെ അതെ. പാത്രം ചെയ്യുന്ന പേസ്റ്റ്, അങ്ങനത്തെ സാധനങ്ങൾ. വേറെന്താ? 140, 120, 260. മാഷാ അല്ലാ. അവർ 2 കൂടി നല്ല രീതിയിൽ അങ്ങനെ കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ വരുന്നുണ്ട്. വൈകുന്നേരമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല മായയില്ലാത്ത നാച്ചുറൽ പ്രൊഡക്റ്റ് ആണല്ലോ. അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ നല്ല രീതിയിലൊക്കെ വരുന്നത്. ഒരുപാട് കച്ചവടങ്ങൾ കിട്ടട്ടെ. നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഇവരോട് സാധനങ്ങൾ വാങ്ങണം കേട്ടോ. നല്ലൊരു കച്ചവടം ഒലിക്ക് ഉണ്ടാവണം. കുറച്ച് അറിയപ്പെടണം ഈ കട. അത് നിങ്ങളെല്ലാവരും അത് ഏറ്റെടുത്തിട്ട് ഒന്ന് കൂടെ വന്ന് കച്ചവടമൊക്കെ ആയിക്കൊടുക്കും കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളിതിൽ കല്യാണ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് കാലത്തിന് ശേഷം അവരെ കാണാൻ പോയിട്ടുള്ള വീഡിയോ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത് വളരെ ആകസ്മികമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ എന്ന് തന്നെ പറയാം. അപ്പോൾ അവർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു കടയും കൂടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അതിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളത് എൻ്റെ ഒരു കടമ തന്നെയാണല്ലോ. ഇവിടെ അത്യാവശ്യം എല്ലാ പൊടികളും നമ്മളെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം എല്ലാ പൊടികളും നേച്ചുറലായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം പൊടികളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് വന്നിട്ട് അത് ഇവിടുന്ന് വാങ്ങുക. നല്ല അടിപൊളി അച്ചാറും ഉപ്പിലിട്ടതും അങ്ങനത്തെ ഐറ്റംസ് അതും ഇവിടെ ഉണ്ട് കേട്ടോ. എന്നാ ഇൻഷാ അല്ലാ ഞാൻ ഇറങ്ങട്ടെ. ഇവിടെ നല്ല കച്ചവടമെല്ലാം ഉണ്ടാട്ടിക്ക വാങ്ങുകൊടുത്ത് വള്ളിയിൽ പോവാല്ലേ? അതെ 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 ഇൻഷാ അല്ലാ. ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ വരിക. പുല്ലാളൂർ തന്നെയാണ്, പുല്ലാളൂർ അങ്ങാടി തന്നെയാണ് കേട്ടോ ഈ കട വരുന്നത്. അപ്പോൾ ഇതാ PPS വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒലീവ് അല്ലേ? ഒലീവ് എന്നാണ്, ഒലീവ് സ്റ്റോർ എന്നാണ് കടേൻ്റെ പേര് കേട്ടോ. മൊബൈൽ പീടിയേൻ്റെ അടുത്തല്ലേ? അത് തന്നെ. എല്ലാവരും വരുക, നല്ല കച്ചവടം ഉണ്ടാക്കി കൊടുക്കുക. ഇവർക്ക് ഉണ്ടാക്കും നല്ല കച്ചവടം ഉണ്ടാകട്ടെ സൂപ്പറായിട്ട് ഇൻഷാ അല്ലാ. എന്നാൽ ആയിക്കോട്ടെ. ആദ്യമെത്താ മൈക്കോടെ വെച്ചാൽ പള്ളിയിൽ പോയിട്ട് വരാം കേട്ടോ.